ഇപ്പൊ ഇതൊന്നും സംസാരിക്കേണ്ട സമയമല്ല. ആദ്യം അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവട്ടെ. ദയവ് ചെയ്ത് അതുവരെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇപ്പോ ഞാൻ എന്റെ കടമ ചെയ്യട്ടെ. വേണ്ട, ഒരു ഹോം നഴ്സിനെ ഏർപ്പാട് ചെയ്താൽ മതി. പക്ഷെ പൊയ്ക്കോ. ശ്യാമേ, ഹോസ്പിറ്റലിൽ വിടുന്നവരെ ഞാൻ ഇവിടെ നിൽക്കാം. അതാ എന്റെ തീരുമാനം. എന്നാ പിന്നെ പക്ഷെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. എന്നാ ഞാനങ്ങോട്ട്. വിക്രം, നിങ്ങളെന്താ ഫോൺ വിളിച്ചെടുക്കാത്തത്? ഞാൻ വന്നപ്പോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരിക്കാന്ന് സുചിത്ര പറഞ്ഞു. എന്തു പറ്റിയടി? ചെറിയൊരു തലകറക്കായിരുന്നു പ്രകാശേട്ടാ. ആ, അതെങ്ങനെയാ? നേരം വെളുത്താലേ മനുഷ്യൻ കുറച്ചു നേരെങ്കിലും വെറുതെ ഇരിക്കണം. 24 മണിക്കൂറും ജോലിയോട് ജോലി. അവരവരുടെ ആരോഗ്യം കൂടി ഒന്ന് നോക്കണം. വന്ദനെ, നീ പോയ കാര്യം കൺഫേം അല്ലേ? ആണോ? സുചിത്രേ, നോക്കിക്കോ, അടുത്ത് നീയായിരിക്കും ആശുപത്രിയിൽ പോകാൻ പോകുന്നത്. ഒന്ന് അടങ്ങ് പ്രകാശേട്ടാ, ഇത് അതൊന്നുമല്ല. പിന്നെ ദിയമോൾക്ക് ഒരു കൂട്ട് വരാൻ പോകുന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ കേൾക്കുന്നേ. പ്രകാശേട്ടാ, ഇവിടെ ഇപ്പൊ എല്ലാവർക്കും സന്താന ഭാഗ്യാന്നാ തോന്നുന്നത്. വന്ദനേച്ചി, അല്ല ചേച്ചി ചേട്ടനെ വിളിച്ച് അറിയിച്ചോ ഇത്? ഇല്ല, ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഈ കാര്യം അച്ഛനറിയുമ്പോ ഒരുപാട് സന്തോഷാവും. വീണ്ടും ഒരു അപ്പൂപ്പനാവാൻ പോവല്ലേ? പ്രകാശേട്ടാ, നമുക്ക് നമ്മുടെ അച്ഛനും പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛനും ഒരു സർപ്രൈസ് ഒരുക്കിയാലോ? സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അവര് വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി കേക്കൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് മുറിക്കാൻ തുടങ്ങണം. അപ്പൊ അവർ ഇന്നത്തെ വിശേഷം എന്താന്ന് തിരക്കും. ആ സമയത്ത് നമുക്ക് സർപ്രൈസ് പൊളിക്കാം. എങ്ങനുണ്ട്? അടിപൊളി, കൊള്ളായിരിക്കും. ആ, സുത്രേ, നിനക്കേ ഉത്തരവാദിത്തം കുറച്ച് കൂടി. അമ്മയാകാൻ പോകുന്ന 2 പേരെയാ നീ നോക്കാനുള്ളത്. അതിനെന്താ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ആ, അങ്ങനെയാ ഉത്തരവാദിത്തമുള്ള മരുമക്കള്. ഹലോ പ്രകാശ, ഞാനാ സാബു. ആ, മനസ്സിലായി. എന്താ സാബുജ? പ്രൊമോഷന്റെ കാര്യമെല്ലാം ധാരണയായോ? ഒരു പ്രശ്നമുണ്ട്. പ്രകാശിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തു? എന്നെ ആയിരിക്കില്ല. പ്രകാശിന്റെ മെയിലിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യണം സാബുച്ചായ? പറയ് പ്ലീസ്. ഏതായാലും മാനേജർ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുക. ശരി, ഞാൻ മാനേജറെ വിളിച്ചതിന് ശേഷം സാബുച്ചായനെ വിളിക്കാം. ഓക്കെ, എന്നാ ശരി പ്രകാശ്.
എന്തിനാ വിളിക്കുന്നത്? ഹലോ, മിസ്റ്റർ പ്രകാശ് മാധവൻ നായർ, ദിസ് ഇസ് കുറുപ്പ്, XMLA കരുണാകര കുറുപ്പ്. മെയില് കണ്ടു കാണൂലല്ലേ? താങ്കൾ ഇപ്പോ സസ്പെൻഷനിലാണ്. Am I right? ഹേടപ്രകാശ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. സമയവും സ്ഥലവും ഒക്കെ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞോളാം. വേണ്ട, ഈ പാതിരാത്രി നീ ഇങ്ങോട്ട് വരണ്ട. നീ നാളെ രാവിലെ ഇങ്ങ് വന്നാ മതി. സാറേ, അത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട പ്രകാശ. കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഫോൺ വെച്ചിട്ട് പോടാ. ഹലോ. എന്തല്ലേ